Good morning, dear friends. Today we are going to analyze a poem, Mending Wall by Robert Frost. It's a poem prescribed for plus 2 English students. റോബർട്ട് ഫ്രോസ്റ്റ് എന്ന പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരൻ്റെ കവിയുടെ ഒരു വളരെ പ്രശസ്തമായ ഒരു പോയമാണിത്. മെൻഡിങ് വാൾ എന്നാണ് ഇതിൻ്റെ ടൈറ്റിൽ. അതിൻ്റെ മീനിങ് മതിൽ നന്നാക്കൽ എന്നാണ്. ഇതിലെ ഇതിവൃത്തം, ഇതിലെ വിഷയം ഒരു മതിൽ നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ട് അയൽക്കാർ തമ്മിൽ നടക്കുന്ന ചർച്ചയും അതുമായി ബന്ധപ്പെട്ട ചില ചിന്തകളുമാണ് ഇതിൽ പങ്കുവയ്ക്കുന്നത്. മതിൽ നന്നാക്കലാണ് ഇതിൻ്റെ പ്ലോട്ടെങ്കിലും ഇതിൻ്റെ വിഷയം മതിൽ നന്നാക്കലല്ല, സാർവലൗകിക സാഹോദര്യവും സ്നേഹവും സഹിഷ്ണുതയുമൊക്കെയാണ് ഇതിലെ യഥാർത്ഥ വിഷയം. നമുക്ക് ആരംഭിക്കാം. അല്പാൽപമായി ഓരോ ലൈനുകൾ വായിച്ച് ഞാൻ അതിൻ്റെ വിശദീകരണം തരാൻ ശ്രമിക്കുന്നു. Something there is that doesn't love a wall, that sends a frozen ground swells under it and spills the upper bowlers in the sun and makes gaps even two can pass abreast. ഇത് പോയം തുടങ്ങുന്നത് തന്നെ സംതിങ് there is that doesn't love a wall. ഈ പോയറ്റിൻ്റെയും അദ്ദേഹത്തിൻ്റെ നൈബറിൻ്റെയും പുരയിടത്തിനിടക്ക് നീളത്തിൽ രണ്ടിനെയും വേർതിരിക്കുന്ന ഒരു സ്റ്റോൺ വാൾ ഉണ്ട്. ഈ മതിൽ ഇടയ്ക്കിടയ്ക്ക് അതിന് കേടുപാട് വരുന്നു, അതിലെ ബോളറുകൾ ഇളകി മാറുന്നു. അപ്പോൾ പോയറ്റ് പറയാണ്, തുടങ്ങുന്നത് ഇങ്ങനെയാണ്, സംതിങ് there is that doesn't love a wall. ഇതിനുള്ള കാരണം പോയറ്റ് ഗസ്സിയാണ്. എന്താണ്? ഒരുപക്ഷെ ഈ മതിലിനെ ഇഷ്ടപ്പെടാത്തതായി പ്രകൃതിയിൽ എന്തോ ഒരു ശക്തി ഉണ്ടാകാം. That may be the reason that sends a frozen ground swell under it. ഭൂമിക്കടിയിൽ നിന്ന് ഉറവ വന്ന് അല്ലെങ്കിൽ മഞ്ഞ് തണുത്തുറഞ്ഞ് ഈ മതിലിന് കേടുപാട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സംഭവിക്കാൻ കാരണം. ആൻഡ് സ്പിൽസ് ദ അപ്പർ ബോളേഴ്സ് ഇൻ ദ സൺ. അതിൻ്റെ മുകളിലത്തെ ബോളറൊക്കെ തെറിച്ചു വീഴുന്നു. ആൻഡ് മേക്സ് ഗ്യാപ്സ് ഈവൻ ടു ക്യാൻ പാസ് abreast. ഈ ഗ്യാപ്സ് മെയ്ഡ് on the wall or between the wall is so big that even two people can pass side to side along the this gap. അത്രയും വലിയ ഗ്യാപ്പ് മതിലിൽ ഉണ്ടാകുന്നു. The work of hunters is another thing. അപ്പം ഇങ്ങനെ മതിലിന് വിടവുണ്ടാകാൻ കാരണം ഒരുപക്ഷെ ഹണ്ടേഴ്സിൻ്റെ വർക്കുമായിരിക്കാം. നായാട്ടുകാർ അവരുടെ അവരുടെ നായയ്ക്ക് പിടിക്കാൻ വേണ്ടി, മുയലുകളെ പിടിക്കാൻ വേണ്ടിയുള്ള സൗകര്യാർത്ഥം അവരുണ്ടാക്കുന്ന ഗ്യാപ്പുമാകാം. ഹാവ് കം ആഫ്റ്റർ ദം ആൻഡ് മേഡ് റിപ്പയർ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് കാണുമ്പോഴൊക്കെ അദ്ദേഹം വന്ന്, അതായത് നമ്മുടെ പോയറ്റ്, വൺ ഓഫ് ദ നൈബേഴ്സ്, നമ്മുടെ പോയറ്റ് വന്ന് അത് നന്നാക്കാറുണ്ട്. they would have left not one stone on a stone, but they would have the rabbit out of hiding. അപ്പോൾ ഈ ഹണ്ടേഴ്സ് വരുത്തി വെച്ച ഈ ഇതിൻ്റെ ഗ്യാപ്പ് അല്ലെങ്കിൽ ഇതിൻ്റെ തകരാറുകൾ അദ്ദേഹം വളരെ സീരിയസ് ആയിട്ടുള്ള തകരാറുകൾ ഈ മതിലിന് വരുത്തി വെച്ചിട്ടുണ്ടാകാം. അപ്പോൾ ആ സമയത്തൊക്കെ ഇയാൾ നന്നാക്കാറുണ്ട്, പോയറ്റ് നന്നാക്കുന്നുണ്ട്. പിന്നെ the gaps I mean. No one has seen them made or heard them made. അപ്പോൾ ഹണ്ടേഴ്സ് ആണ് ഇത് ചെയ്തതെന്ന് പറയാൻ വേണ്ടി മാത്രം ഒരിക്കലും ആരും ഇവരെ കണ്ടിട്ടില്ല. പക്ഷെ പോയിട്ട് ഗസ് ചെയ്യാൻ മാത്രമാണ്. ബട്ട് അറ്റ് സ്പ്രിംഗ് മെൻഡിങ് ടൈം വി ഫൈൻഡ് ദം there. ഈ സ്പ്രിംഗ് മെൻഡിങ് ടൈമിൽ അങ്ങനെ ഗ്യാപ്പ് ഉണ്ടായതായിട്ട് എപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ കാരണങ്ങൾ എന്തായിരിക്കാമെന്ന് അദ്ദേഹം ഊഹിക്കുകയാണ്. അപ്പോൾ ഇനി പറയാണ് അദ്ദേഹം, ഐ ലെറ്റ് മൈ നൈബർ നോ ബിയോണ്ട് ദ ഹിൽ ആൻഡ് ഓൺ എ ഡേ വി മീറ്റ് ടു വാക്ക് ദ ലൈൻ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് കാണുമ്പോൾ ഞാൻ എൻ്റെ നൈബറെ അറിയിക്കുന്നു. ഇതിനു വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് ഇത് ഒരു ദിവസം ഈ ലൈനിൽ അങ്ങോളം ഇങ്ങോളം നടന്ന്, ഞങ്ങളുടെ അതിരിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അത് മെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു.
and set the wall between us once again. We keep the wall between us as we go to eat the boulders that have fallen to each. And some are loaves and some are nearly balls. We have to use a spell to make them balance. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും രണ്ട് സൈഡിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം നടന്ന് എവിടെയൊക്കെ ഇതിന് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കിക്കണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി നടക്കുമ്പോൾ പല കല്ലുകളും ബോളേഴ്സും ഞങ്ങൾ എടുത്ത് റീഫിക്സ് ചെയ്യുന്നു. ആ ഫിക്സ് ചെയ്യുമ്പോൾ അത് അത്ര എളുപ്പമായൊരു ടാസ്ക് അല്ല എന്ന് പറയാണ്. ബിക്കോസ് സം ആർ ലവ്സ് ആൻഡ് സം ആർ നിയർലി ബോൾസ്. ഈ മതിലുണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന കല്ല് ചിലത് ലെവലാണ്, ചിലത് ബോൾസ് ആണ്, വ്യത്യസ്ത ഷേപ്പുകളിലുള്ളതാണ്. അപ്പോൾ വി ഹാവ് ടു മേക്ക് എ സ്പെൽ ടു റീഫിക്സ് ഇറ്റ് അഗെയിൻ. അത് വീണ്ടും അവിടെ ഉറപ്പിക്കുക എന്നുള്ളത് വളരെ ഒരു മെനക്കെട്ട പണിയാണ്. സ്പെല്ല് അല്ലെങ്കിൽ ഒരു മാജിക്കൽ പവർ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ഇത് ഇങ്ങനെ നന്നാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയാണ്. ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി ടാസ്ക് എന്നാണ് പോയറ്റ് ഉദ്ദേശിക്കുന്നത്. And we have to, stay where you are until our backs are turned, where our fingers rough with handling them. അപ്പോൾ ഇത് നന്നാക്കി കഴിഞ്ഞാൽ വി പ്രേ അല്ലെങ്കിൽ വി വിഷ് സ്റ്റേ വെയർ യു ആർ, മതിലിനോട് പറയുന്നതായിട്ട് സങ്കല്പിക്കുകയാണ്. അവിടെ നിൽക്കൂ, ഞങ്ങൾ തിരിഞ്ഞു പോകുന്നത് വരെയെങ്കിലും അവിടെ നിൽക്കണം. വി വെയർ അവർ ഫിംഗേഴ്സ് റഫ് വിത്ത് ഹാൻഡ്ലിങ് ദം. ഈ ജോലി ഞങ്ങളുടെ കൈകളെ എന്താക്കുന്നു, വളരെ റഫാക്കുന്നു ഇത് ഹാൻഡിൽ ചെയ്തിട്ട്. പിന്നെ പോയിട്ട് മറ്റൊരു ആശയം പറയാണ്, ഓ ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഗെയിം, ഔട്ട്ഡോർ ഗെയിം, വൺ ഓൺ എ സൈഡ്. അപ്പൊ ഈ പ്രവൃത്തി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോയറ്റിന്റെ മനസ്സിലൂടെ പല ചിന്തകളും കടന്നു പോവുകയാണ്. ഇതൊരു ഗെയിം പോലെ പോയറ്റിന് അനുഭവപ്പെടുകയാണ്. ഗെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാതെ ഒരു ഫിസിക്കൽ എക്സസൈസ്, ഒരു മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഫിസിക്കൽ എക്സസൈസ് മാത്രമായിട്ട് ഒരു ഗെയിം പോലെ തോന്നുകയാണ്. രണ്ടുപേരും മതിലിനപ്പുറത്തും ഇപ്പുറത്തും നിന്നും ചെയ്യുന്ന ഒരു ഗെയിമായിട്ട് പോയറ്റിന് തോന്നുകയാണ്. ജസ്റ്റ് അനദർ കൈൻഡ് ഓഫ് ഔട്ട്ഡോർ ഗെയിം. ഇറ്റ് കംസ് ടു എ ലിറ്റിൽ മോർ. പിന്നെ മറ്റൊരു ചിന്തയും കൂടെ വരികയാണ്. ഇപ്പോൾ ഓൺ ദ കോഴ്സ് ഓഫ് റീബിൽഡിംഗ് ദ വാൾ, ദ പോയറ്റ് മെനി തോട്ട്സ് കംസ് ടു ദ മൈൻഡ് ഓഫ് ദ പോയറ്റ്. അത് പോയറ്റ് പങ്കുവെക്കുകയാണ്. there where it is we do not need a wall, what is the real need of this wall എന്ന് പോയറ്റ് ചിന്തിക്കുകയാണ്. ഈ മതിൽ നമ്മൾ പണിയുന്നത് ആവശ്യമില്ലാത്തൊരു സ്ഥലത്താണ്. he is all pine. കാരണം എന്താണ്? there is no practical need of building a wall here. പ്രായോഗികമായി യാതൊരു ആവശ്യവും ഇല്ലാത്തൊരു സ്ഥലത്താണല്ലോ ഈ മതിൽ പണിയുന്നത് എന്ന ചിന്ത പോയറ്റിന് മനസ്സിലേക്ക് ഇങ്ങനെ ഒടിവരികയാണ്. അതിന്റെ റീസൺ പറയാണ്, he is all pine and I am apple orchard and my apple trees will never get across and eat the concentrated spines. അത് ഒരു ഹ്യൂമറിന്റെ ഒരു ഇൻസ്റ്റൻസ് ഓഫ് ഹ്യൂമർ ഫ്രം ദിസ് പോയമാണ്. അദ്ദേഹം വളരെ ഹ്യൂമർ കൂടി പറയാണ്, തമാശ രൂപത്തിൽ പറയാണ്, he is all pine and I am apple orchard. എൻ്റെ പറമ്പിലുള്ളത് ആപ്പിൾ ആണ്, ആപ്പിൾ ട്രീസ് ആണ്. അദ്ദേഹത്തിൻ്റെത് പൈൻ ട്രീസ് ആണ്. അപ്പോൾ മൈ ആപ്പിൾ ട്രീസ് വിൽ നെവർ ഗെറ്റ് അക്രോസ് ആൻഡ് ഈറ്റ് ദ കോൺസ് അണ്ടർ ഹിസ് പൈൻസ്. എൻ്റെ ആപ്പിൾ ട്രീസ് ഒരിക്കലും ഈ മതിൽ കടന്നു ചെന്ന് അല്ലെങ്കിൽ ഈ ബൗണ്ടറി കടന്നു ചെന്ന് ഈ ലൈൻ കടന്നു ചെന്ന് അദ്ദേഹത്തിന്റെ പൈൻ ട്രീസിനെ തിന്നില്ല. നേരെ മറിച്ചും സംഭവിക്കില്ല. ആൻഡ് ഐ ടെൽ ഹിം. അപ്പോൾ ഇത് പ്രായോഗികമായി ഈ മതിലിന്റെ ആവശ്യകതയെ അദ്ദേഹം തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഈ പരസ്പരം ട്രസ്പാസിംഗ് ഇല്ലാത്ത സ്ഥിതിക്ക്, അതിന് സാധ്യതയില്ലാത്ത സ്ഥിതിക്ക് എന്തിന് ഞാൻ ഈ മതിൽ ഇവിടെ പണിയണം എന്നുള്ള ചിന്ത അദ്ദേഹത്തിന്റെ മനസ്സിൽ വരികയാണ്. അദ്ദേഹം അത് പറയുകയും ചെയ്തു. ഐ ടെൽ ഹിം, അദ്ദേഹത്തോട് പറയുകയാണ്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ മതിൽ എപ്പോഴും ഇവിടെ നിർത്തുന്നത്, അതിന്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടിയാണ് വളരെ ചിന്തോദ്ദീപകമായിട്ടുള്ളത്. ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. അദ്ദേഹം മറുപടി പറയാണ്, ഗുഡ് ഫ്രണ്ട്സസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? നല്ല വേലി നല്ല അയൽക്കാരെ ഉണ്ടാക്കും. ഇറ്റ് ഇസ് എ ട്രഡീഷണൽ കൺസെപ്റ്റ്, ഒരു പാരമ്പര്യമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു സെയിങ് ആണ്. നല്ല വേലി ഉണ്ടെങ്കിൽ എപ്പോഴും അയൽബന്ധം നിലനിൽക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ പഴയ ട്രഡീഷണൽ ആയിട്ടുള്ള ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. അപ്പൊ ഇത് ആണ് ഈ പോയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. ഈ പോയറ്റിനെ സംബന്ധിച്ചിടത്തോളം പോയറ്റ് ഈ മതിലിന്റെ ആവശ്യകതയെ അദ്ദേഹത്തിന്റെ മോഡേൺ കൺസെപ്റ്റിൽ അദ്ദേഹം അനലൈസ് ചെയ്യുകയാണ്.
നമ്മൾ പിന്നെ ഈ മതിലിനെ മതിലായിട്ട് കാണരുത്. എന്താണ്, നമ്മളുടെ മതത്തിൻ്റെയും ജാതിയുടെയും അല്ലെങ്കിൽ രാജ്യത്തിൻ്റെയും മറ്റു അതിർവരമ്പുകളാണ് ഇവിടെ മതിലായിട്ട് പോയിട്ട് കാണുന്നത്. എന്തിന്? ആവശ്യമില്ലാത്തിടത്ത് മതിൽ, ആവശ്യമുള്ളിടത്ത് വേണം എന്നും കൂടെ അവിടെ വരുന്നുണ്ട്. പ്രായോഗികമായി ആവശ്യമുള്ളിടത്ത് മതിൽ വേണമെങ്കിലും നമ്മൾ ആവശ്യമില്ലാത്ത പലയിടത്തും മതിലുകൾ നിർമ്മിക്കുന്നു എന്നുള്ള പോയറ്റിന്റെ മോഡേൺ കൺസെപ്റ്റ്, അത് വേണ്ട എന്നാണ് പോയറ്റിന് തോന്നുന്നത്. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഫാൻസി ഈസ് നെസസറി വെദർ ഇറ്റ് ഈസ് പ്രാക്ടിക്കലി യൂസ്ഫുൾ ഓർ നോട്ട്. ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ടു ഹാവ് ഒരു പരിധി എല്ലാറ്റിനും വേണമെന്ന് പഴഞ്ചൻ ആൾക്കാർ പറയും, നമുക്ക് കേൾക്കാം. എല്ലാ ബന്ധങ്ങൾക്കും ഒരു പരിധി കൽപ്പിക്കണം. ഈ ജാതി വ്യത്യാസങ്ങളിലൊക്കെ അല്ലെങ്കിൽ മതത്തിന്റെ അതിർവരമ്പുകളൊക്കെ പലരും എന്ത് ചെയ്യും, ഇങ്ങനെ അത് എപ്പോഴും വേണമെന്നുള്ള ചിന്താഗതിയാണ് പല പഴഞ്ചൻ ആൾക്കാർക്കും ഉള്ളത്. അതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പോയറ്റ് ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ ഭാഗത്തു നിന്നൊരു ക്വസ്റ്റ്യൻ ഏതായാലും പ്രതീക്ഷിക്കാം. ഈ പാഠത്തിലെ അല്ലെങ്കിൽ ഈ പോയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണിത്. One is that of two different ideas. One is that of the poet that there is no need of a wall when there is where it is not practically useful, and the other one is the idea of the poet's neighbor, in which he thinks that a wall is necessary even if it is not practically useful. We did not think about the practicability of the wall, but a wall will be helpful in maintaining a good relationship. That is a concept of the neighbor. Next part. A spring is the mischief in me, and I wonder if I could put a notion in his head. Why do they make good neighbors, isn't it? Where there are cows, but here there are no cows. Then again, the poet says that spring is the mischief in me. It is in the springtime I come and I invite my neighbor to mend the wall. That is a mischief in me. ഒരു ദുഷ്ടചിന്തയാണ് ഒരുപക്ഷെ ഈ മതിലുണ്ടാക്കാൻ എന്നെയും പോയറ്റാണ് ആദ്യമായിട്ട് മുൻകൈ എടുക്കുന്നത്. ഈ ദുഷ്ടചിന്ത എൻ്റെ മനസ്സിൽ വരുന്നത് സ്പ്രിംഗ് സീസണിലാണ്. ഒരുപക്ഷെ സ്പ്രിംഗ് സീസണിന്റെ ഒരു പ്രശ്നമായിരിക്കാം. എന്നിട്ട് പറയാണ്, ഞാൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഈ ആശയം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. എന്താണ്, വൈ ഡു വി മേക്ക് ഗുഡ് നെയ്ബേഴ്സ്? എന്തിനാണ് നമ്മൾ ഇവിടെ ഈ കാര്യത്തിൽ നല്ല നെയ്ബേഴ്സിനെ ഉണ്ടാക്കണമെന്ന് പറയുന്നത്? അതപ്പോൾ കൗസ് ഒക്കെ ഉണ്ടെങ്കിലല്ലേ ലൈഫ് സ്റ്റോക്സ്, when there are livestock there is a chance for our livestock to trespass another one's property and eat something and it will eventually lead into a quarrel. അങ്ങനെയൊക്കെ ഉണ്ടാകാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റോക്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കലഹങ്ങൾ ഉണ്ടാകും. അപ്പോൾ കലഹങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല മതിൽ കെട്ടിക്കഴിഞ്ഞാൽ ഈ മൃഗങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും പോയി വല്ലതും കടിച്ചു തിന്ന് കൃഷി നാശം ഉണ്ടാക്കി അവർ പരസ്പരം കലഹിക്കുന്ന ഒരവസ്ഥ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒരു പക്ഷെ നമുക്ക് മതിൽ നിർമ്മിക്കാം. പക്ഷെ നമ്മുടെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് കൗസ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ മതിൽ എന്ന് പോയിട്ട് വീണ്ടും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരാശയം ഇടാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. പിന്നെ മറ്റൊന്ന് പറയാണ്, ഒരു മതിൽ പണിയുകയാണെങ്കിൽ യു ക്യാൻ ബിൽഡ് എ വാൾ. ദ പോയറ്റ് മേക്സ് ഇറ്റ് ക്ലിയർ ദാറ്റ് എന്താണ്, യു ക്യാൻ ബിൽഡ് എ വാൾ, ബട്ട് ബിഫോർ ബിൽഡിംഗ് എ വാൾ യു ഹാവ് ടു തിങ്ക് വാട്ട് യു ആർ വാളിംഗ് ഇൻ ആൻഡ് വാളിംഗ് ഔട്ട്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഐഡിയ. എന്താണ് ഞാൻ വാളിന് ഇപ്പുറത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നത്, എന്താണ് വാളിന് അപ്പുറത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിലൂടെ മാത്രമേ, അല്ലെങ്കിൽ അന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ മതിൽ നിർമ്മിക്കാവൂ. അതാണല്ലോ അതിന്റെ പ്രായോഗികത. ആൻഡ് ടു ഹൂം ഐ വാസ് ലൈക്ക് ടു ഗിവ് ഒഫൻസ്. ആരെയാണ് ഞാൻ മാറ്റി നിർത്താൻ ആഗ്രഹിക്കുന്നത്? സംതിങ് ദർ ഈസ് ദാറ്റ് ഡസൻ ലവ് എ വാൾ. എന്നിട്ട് വീണ്ടും പോയിട്ട് ആവർത്തിക്കുകയാണ്, നമ്മൾ മാത്രമല്ല, മനുഷ്യർ, ചിന്തിക്കുന്ന മനുഷ്യർ മാത്രമല്ല, പ്രകൃതിയിലെ എല്ലാ ശക്തിയും, അല്ലെ ഏതോ ഒരു ശക്തി ദാറ്റ് ഡസൻ ലവ് എ വാൾ, മതിലിനെ ഇഷ്ടപ്പെടുന്നില്ല, ദാറ്റ് വാണ്ട്സ് ഇറ്റ് ഡൗൺ. അതുകൊണ്ടാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഇത് തകർന്നുകൊണ്ടേയിരിക്കുന്നത്. ഐ കുഡ് സേ എൽസ് ടു ഹിം. എൽസ് മീൻസ് സൂപ്പർ നാച്ചുറൽ ബീങ്സ്, സ്പിരിറ്റ്സ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ പരിധിയിലല്ലാത്ത പ്രകൃതിയിലെ ഏതോ ഒരു ശക്തി, എൽസ് യക്ഷികൾ എന്നൊക്കെ പറയാം, സൂപ്പർ നാച്ചുറൽ ബീങ്സ്, ദേ ഓൾസോ വാണ്ട് ഇറ്റ് ഡൗൺ. അവരും എപ്പോഴും ഇത് തകർത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഹണ്ടേഴ്സ് ആണെന്ന് പ്രായോഗികമായിട്ടുള്ളൊരു ചിന്തയിൽ പറഞ്ഞതാണ്. അല്ല, പോയറ്റിന് ഇപ്പോഴും ഉറപ്പ് വരുന്നില്ല. പോയറ്റിന് വീണ്ടും സംശയമാണ്. ഒരുപക്ഷെ ഇത് പ്രകൃതിയിലെ ഏതോ ഒരു അദൃശ്യ കരങ്ങൾ ഇതിന് മതിലിനെതിരായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പ്രകൃതിക്ക് എല്ലാവരും തുല്യരാണ്, എല്ലാവരും പരസ്പര സ്നേഹത്തിലും സൗഹൃദത്തിലും കഴിയുകയാണ് വേണ്ടത്. But it is not else exactly, and I would rather, he said it for himself, I see him there.
അപ്പോൾ എൽഫ്സ് അല്ല, ഒരു പ്രായോഗികമായിട്ട് ചിന്തിക്കുമ്പോൾ എൽഫ്സ് അല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ച് അദ്ദേഹത്തിന്റെ ചിന്തയിൽ നിന്ന് ഉണർത്തുന്നത് ഈ വീണ്ടും അദ്ദേഹത്തിന്റെ നെയ്ബറിന് പ്രത്യക്ഷപ്പെടുകയാണ്. ബ്രിങ്ങിങ് എ സ്റ്റോൺ ഗ്രാസ്പ്ഡ് ഫേംലി ബൈ ദ ടോപ്പ് ഇൻ ഈച്ച് ഹാൻഡ് ലൈക്ക് എൻ ഓൾഡ് സാവേജ് ആം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഇതിൽ. പിന്നെ പോയറ്റ് കാണുകയാണ് അദ്ദേഹത്തിന്റെ നെയ്ബറിനെ. വൈകുന്നേരമായിരിക്കുന്നു. ആ ഇരുട്ടിൽ രണ്ട് കൈകളിലും വലിയ പാറക്കല്ലുകൾ പിടിച്ച് ഒരു അപരിഷ്കൃതനെ പോലെ, ഒരു സ്റ്റോൺ ഏജിലുള്ള ഒരു അപരിഷ്കൃതനായ മനുഷ്യനെ പോലെ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന ഒരു ഇമേജാണ് അദ്ദേഹം കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇമേജാണ്. ഒരു അപരിഷ്കൃതനായിട്ടുള്ള ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു രൂപം അദ്ദേഹം കാണുകയാണ്. സേവേജ് ആംഡ്, ആയുധധാരിയായ മനുഷ്യൻ, എപ്പോഴും കൊന്നു തിന്നാൻ അല്ലെങ്കിൽ നമ്മളെ ആക്രമിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു ആയുധധാരിയായ അപരിഷ്കൃതനായ മനുഷ്യൻ. ഹി മൂവ്സ് ഇൻ ഡാർക്ക്നെസ് ആസ് ഇറ്റ് സീം ടു മീ. അദ്ദേഹം ഈ ഡാർക്ക്നെസ്സിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്. ആ ഇരുട്ടിൽ, ആ വൈകുന്നേരത്തെ ഇരുട്ടിൽ ഇങ്ങനെ മൂവ് ചെയ്യാണ്. നോട്ട് ഓഫ് വുഡ്സ് ഓൺലി ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. ആ ഡാർക്ക്നെസ്, അദ്ദേഹത്തിന്റെ ഇരുട്ട് ഈ കാടിന്റെ ഇരുട്ടോ അല്ലെങ്കിൽ മരത്തിന്റെ തണൽ മാത്രമല്ല, ആ ഇരുട്ട് അദ്ദേഹത്തിന്റെ മനസ്സിനെ വ്യാപിച്ചിരിക്കുന്നു. അതാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില പ്രയോഗങ്ങളാണ്. നോട്ട് ഓഫ് വുഡ്സ് ആൻഡ് ദ ഷെയ്ഡ് ഓഫ് ട്രീസ്, ഹി വിൽ നോട്ട് ഗോ ബിയോണ്ട് ഹിസ് ഫാദേഴ്സ് സേ. അദ്ദേഹത്തിന്റെ അപ്പൂപ്പന്മാരുടെ സെയിങ്ങിൽ നിന്നും അല്ലെങ്കിൽ ചിന്താധാരയിൽ നിന്നും അദ്ദേഹം മാറാൻ ഒരിക്കലും തയ്യാറല്ല. ആൻഡ് ഈ വിൽ നോട്ട് ഗോ ബിയോണ്ട് ഹിസ് ഫാദേഴ്സ് സെയിങ് ആൻഡ് ഹി ലൈക്സ് ഹാവിംഗ് തോട്ട് ഓഫ് ഇറ്റ് സോ വെൽ. വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. ഹി സേസ് ഇറ്റ് അഗെയിൻ. ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല വേലി നല്ല അയൽക്കാരെ ഉണ്ടാക്കും. അപ്പോൾ ഹി ഈസ് നോട്ട് റെഡി ടു മൂവ് അവേ ഫ്രം ഹിസ് ട്രഡീഷണൽ കൺസെപ്റ്റ് ദാറ്റ് എ വാൾ ഈസ് നെസസറി. ദർ ഷുഡ് ബി സംതിങ് ടു സെപ്പറേറ്റ് ഈച്ച് ടൈപ്പ് ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഇപ്പോൾ നമ്മുടെ ഈ ആധുനിക ലോകത്ത് മതിലുകളാൽ വേർതിരിക്കപ്പെട്ട ജനസമൂഹങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ പരസ്പരം ശത്രുതയിൽ കാണുന്ന, അല്ലെങ്കിൽ എപ്പോഴും യുദ്ധം മാത്രം ആണ് പരിഹാരം എന്ന് മനസ്സിലാക്കുന്ന, എന്നെങ്കിൽ മാത്രമേ മതിലുകൾ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ മനുഷ്യന്റെ നല്ല ബന്ധങ്ങൾ നിലനിൽക്കുള്ളൂ എന്ന് മനസ്സിലാക്കുന്ന നമ്മുടെ ആധുനികമാരിൽ ചിലരുടെ കൺസെപ്റ്റിന് എതിരായിട്ടുള്ള വളരെ മനോഹരമായ ഒരു എന്നും പ്രസക്തമായ ഒരു പോയമാണ് റോബർട്ട് ഫ്രോസ്റ്റിന്റെ മെൻഡിങ് വാൾ എന്ന പോയം. ഇതിൽ ധാരാളം ആശയങ്ങളുണ്ട്, നല്ല ഇമേജസ് ഉണ്ട്. ഇമേജസ് എന്ന് പറയുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ പറയാം, നമ്മൾ ഈ പോയം വായിക്കുമ്പോൾ ഓരോ ചിത്രങ്ങൾ നമ്മുടെ മനസ്സിൽ മനോഹരമായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. സിംബോളിക് ആയിട്ടുള്ള ചില ചിത്രങ്ങൾ, അതാണ് ഇമേജസ്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ വാള് തന്നെ ഒരു ഇമേജ് ആണ്. അതേപോലെ ഈ സ്റ്റോൺ സാവേജിന്റെ ഒരു ഇമേജ് വേറെയുണ്ട്. അതേപോലെ തന്നെ ട്രീസ് ഉണ്ട്. അതേപോലെ തന്നെ ബോളേഴ്സ്, അതേപോലെയുള്ള ധാരാളം ഇമേജസ് ഇതിലുണ്ട്. പവർഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ് ഇതിൽ നടക്കുന്നുണ്ട്. നല്ല ഒരു ആശയം ഈ കവി റോബർട്ട് ഫ്രോസ്റ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു സമ്മറി ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാസേജാണ്, ഒരു പോയമാണ് ഈ മെൻഡിങ് വാൾ. മനസ്സിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.